ഹരിപ്പാട് സബ് ജില്ലാ കലോത്സവമായിരുന്നു. നവംബർ 11, 12, 13. അപ്പോൾ 12-നും 13-നും എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ 12-ന് ഞങ്ങൾക്ക് മാറങ്കളിയായിരുന്നു. രാവിലെ അല്ല, കുറച്ച് ലേറ്റ് ആവും. പക്ഷേ ഞങ്ങൾ രാവിലെ പോവാണ് തിരുവാതിരക്കാർക്ക് മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടി, അവരെ ഹെൽപ്പ് ചെയ്യാൻ. നടുവേട്ട സ്കൂളിൽ വെച്ചായിരുന്നു പ്രോഗ്രാം. 9 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ലിസ്റ്റിലൊക്കെ പറയും. പക്ഷേ ഞങ്ങൾ 9 മണിക്കാണ് അവിടെ ചെന്നത്. എപ്പോഴും അവിടെ അങ്ങനെ ഒറ്റ മനുഷ്യരില്ല. പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് വേണമല്ലോ, അവിടെ ചെന്ന് റെഡി ആവുമായിരുന്നു. 3-4 ടീച്ചർമാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ വന്നിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് ഇങ്ങോട്ട് വന്നത്. 8:30 ആയപ്പോഴത്തേക്ക് ബസ് അവിടെ നിന്ന് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരു റൂം കിട്ടി. +2 കൊമേഴ്സിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുങ്ങാൻ കയറിയത്. തിരുവാതിരയാണ് ഫസ്റ്റ് തുടങ്ങുന്ന പ്രോഗ്രാം. വേദി 2-ലാണ് കേട്ടോ അവർക്ക് പ്രോഗ്രാം. അപ്പം ഞങ്ങൾ സാരുടുപ്പിക്കാനും മുടി കെട്ടാനും ഒക്കെ ഞാൻ നിന്നു. പിന്നെ എനിക്ക് കണ്ണെഴുതുക, പൊട്ടിടുക, അതിനൊക്കെ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്, അതിനൊന്നും ഞാൻ പോയില്ല. എല്ലാവരും ഓരോരോ സെക്ഷൻസ് ഏറ്റെടുത്തത് കൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. പിന്നെ ഓവറായിട്ടുള്ള മേക്കപ്പ് ചെയ്യുന്നില്ല. നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി കൂടെ എക്സ്ട്രാ ആയിട്ട് അത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെയൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത്. ഞാൻ മുടി കെട്ടാനും മൃദുല പിരിക എഴുതാനും ഗൗരി കണ്ണെഴുതാനും പൊട്ടുവിടാനും അങ്ങനെ ഗൗരി ചേച്ചി തുളസി വെക്കാനും അങ്ങനെ ഓരോരുത്തരും ഓരോരോ സെക്ഷനായിട്ട് നിന്നു. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കഴിയുന്നുണ്ടായിരുന്നു. ആ കത്തിൽ കാണുമ്പോൾ 2 എണ്ണം അവിടെ ഇരിക്കുന്നു. അനഹേ ഹായ്. കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ആവണിയുടെ അടുത്തേക്ക് വന്നു. ആവണിക്ക് കേരള നടനമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മാർഗംകളിയുണ്ട്. ഭയങ്കര റിസ്ക്കാണ്. ഇവളുടെ കേരള നടനം കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാം ഞങ്ങളുടെ മാർഗംകളിയാണ്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ മേക്കപ്പ് ഒക്കെ അയക്കാൻ. കാരണം ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള മേക്കപ്പ് അല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങളും ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒരു സമയമായി. എനിക്കൊന്ന് 2:30 ആയെന്ന് തോന്നുന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് പിന്നെയും അവൾ മേക്കപ്പിന് വേണ്ടി പോയി. ഞങ്ങൾ എന്നപ്പോഴത്തേക്കും മുടിയൊക്കെ കെട്ടി. ഇനിയും ലിപ്സ്റ്റിക്കും ഡ്രസ്സിനും കൂടെ ഉള്ളായിരുന്നു. ഓക്കെ, അറിയാത്ത പോലെ അൺഎക്സ്പെക്റ്റഡ് ചെയ്യുന്നോ? ഞാൻ എടുക്കാം. അങ്ങൊന്ന് ഞാൻ വരാവേ. എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ ചുമ്മാ. നിങ്ങളെന്തിനാ വന്നേ ഇവിടെ? കുളിക്കാൻ വന്നയാണോ ഇവിടോ? ശരി. ഓക്കെ. ശരി. എത്രണ്ണത്തിന് പൊക്കി? ഒന്നും കൊള്ളത്തില്ലേ? ആണോ? നടക്കണം. ശരി. അങ്ങനെ
അവളുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പാർവതിക്ക് ലെങ്സ് വെക്കണമായിരുന്നു. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ആൻറ്റിക്ക് അത് വെക്കാറില്ലെന്ന് പറഞ്ഞു. അപ്പം ആവണി മേക്കപ്പ് ചെയ്യുന്ന ആളുടെ അടുത്ത് വന്നതാണ് ലെങ്സൊക്കെ വെക്കാൻ. അപ്പോഴത്തേക്ക് ആവണി റെഡിയായി. ഇനി എങ്ങനെയും ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ് അവൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. பச்சை மாமலை போல் மேனி. എന്നെ കാണാൻ കൊള്ളത്തില്ല പൊട്ടച്ച്. എന്ത് തരാമോ? കണ്ട പോയി ഞാൻ തന്നെ ഒരു അതിന് പാടാനും സുന്ദരി ഇറങ്ങി വീഡിയോ കണ്ടേ. Is it glucose powder? Glucose powder is much more than that. It will give you energy to your leg. Come on, have it. Just this sweet, dear. Let's go. You promised me this. Yes, yes, I'll have it. Highs, the lows, and the moment of hope and despair. Through the story, we അറിയത്തില്ല. നിങ്ങൾ ഇത്ര പേരല്ലായിരുന്നു, ഇനിയില്ലായിരുന്നു. എന്നോട് പറഞ്ഞ് എല്ലാരും വീഡിയോ അങ്ങനെ സമയം ഒത്തിരി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തിറങ്ങി അത്യാവശ്യമൊക്കെ റെഡിയായിട്ട്. കാരണം അകത്തിരുന്ന് കുറേ നേരമല്ലേ അകത്തിരിക്കുന്നു, മടുത്തു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ആവണിയുടെ പ്രോഗ്രാമിൻ്റെ സമയമായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് പോയി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവളെ ഒരുക്കാനുള്ള ധൃതിയായി. എടുത്തില്ലടി. കൂടുതലാന്ന് തോന്നുന്നു എടുത്ത്. കാലുവേന എടുക്കുന്നേ.
ഒരു നാളെ ഞങ്ങൾക്ക് വെച്ചത്. ഒരുങ്ങിയിട്ട് ഞങ്ങളുടെ പരിപാടി നടന്നത് രാത്രി 1:30 ആയപ്പോഴായിരുന്നു. അങ്ങനെ പരിപാടി കഴിഞ്ഞു, എല്ലാവരും ക്ഷീണിച്ചാണ് പോയത്. അങ്ങനെ 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി. അടുത്ത പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.